morning, students. Welcome to Services Management. Let us continue our discussion on Introduction to Services. Today, we are going to discuss a topic called Classification of Services. In our previous discussion, we have received an idea that services are products. Products are of two types. One is tangible goods and second type is intangible services. അപ്പോൾ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കാറ്റഗറിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത്. അങ്ങനെ പലതരത്തിലുള്ള സർവീസ് ഇൻഡസ്ട്രി ഉണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, പേഴ്സണൽ കെയർ ഇൻഡസ്ട്രി. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസസ്. Services are broadly classified into two groups. That is, services in consumer markets and services in industrial market. സർവീസ് ഇൻഡസ്ട്രിയെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റ്, സെക്കൻഡ് വൺ ഈസ് സർവീസസ് ഇൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റ് ആൻഡ് സർവീസസ് ഇൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ആരാണ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ ആരാണ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു കൺസ്യൂമർക്കാണ് സർവീസ് നൽകുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയെ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റിൽ ഉൾപ്പെടുത്തും. ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു കൺസ്യൂംസ് ദ സർവീസ്. ആ പർച്ചേസ് ചെയ്യുന്ന ആൾ തന്നെയാണ് ആ സർവീസും ഉപയോഗിക്കുമ്പോൾ അയാളെ കൺസ്യൂമർ എന്ന് പറയും. അപ്പോൾ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് സർവീസ് നൽകുന്ന തരം ഇൻഡസ്ട്രികളെല്ലാം കൂടി ക്ലാസിഫൈ ചെയ്യുന്നതാണ് സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റ്. അതേസമയം സർവീസസ് ഇൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവിടെ സർവീസ് പർച്ചേസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ അല്ല, പകരം മറ്റൊരു ബിസിനസ് ഹൗസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ഇൻഡസ്ട്രി ഓർഗനൈസേഷൻ ആയിരിക്കും. അതിനെയാണ് സർവീസസ് ഇൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റ് ആൻഡ് സർവീസസ് ഇൻ industrial market. Now let us discuss the first type, services in consumer market. The following services comes under this category. A. Food services. Food services are offered by hotels, restaurants and catering houses. Consumer marketiലുള്ള ഫസ്റ്റ് സർവീസ് ഇൻഡസ്ട്രിയാണ് ഫുഡ് സർവീസസ് ഇൻഡസ്ട്രി. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സുമാണ്. സെക്കൻഡ് കാറ്റഗറി ഈസ് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് സർവീസസ്. ദീസ് സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ഹോട്ടൽസ് ലോഡ്ജ് ടു ദ പീപ്പിൾ ഹു ട്രാവൽ ടു ഡിസ്റ്റന്റ് പ്ലേസസ്. കൺസ്യൂമർ മാർക്കറ്റിലുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് സർവീസ് ഇൻഡസ്ട്രി. എക്സാമ്പിൾ ഹോട്ടൽസ് ആൻഡ് ലോഡ്ജ്. ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് താമസ സൗകര്യം നൽകുന്ന തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് സർവീസസ്. തേർഡ് വൺ ഈസ് പേഴ്സണൽ കെയർ സർവീസ്. ദീസ് ആർ സർവീസസ് പ്രൊവൈഡഡ് ടു മീറ്റ് ദ പേഴ്സണൽ കെയർ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്, ലൈക്ക് സർവീസസ് ഓഫേർഡ് ബൈ ബ്യൂട്ടി പാർലേഴ്സ്, ബാർബർ ഷോപ്സ്, ജിംനേഷ്യംസ് എക്സെട്ര. ഒരു വ്യക്തികളുടെ പേഴ്സണൽ കെയർ നീഡ്സിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന തരം ഇൻഡസ്ട്രിയാണ് പേഴ്സണൽ കെയർ സർവീസസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
ഉദാഹരണം ബ്യൂട്ടി പാർലർ, ജിംനേഷ്യംസ്, ബാർബർ ഷോപ്സ്, etc. Fourth one is entertainment services industry. These services include cinema, drama, dance, music, amusement park, cable TV, etc. വളരെ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സർവീസ് മേഖലയാണ് എൻ്റർടൈൻമെൻറ്റ് സർവീസ്. അതിന് ഉദാഹരണം സിനിമ, ഡ്രാമ, ഡാൻസ്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, കേബിൾ ടി വി, ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് മേഖല. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് സർവീസസ്. These include the services provided by railways, road transport facilities, air transport and water transport services. പലതരത്തിലുള്ള ട്രാൻസ്പോർട്ട് സർവീസുകൾ നൽകുന്ന മേഖലയാണ് ട്രാൻസ്പോർട്ട് സർവീസസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓട്ടോമൊബൈൽ സർവീസസ് ഇൻഡസ്ട്രി. ദീസ് ആർ സർവീസസ് പ്രൊവൈഡഡ് to owners of automobile vehicles for their repair and maintenance. ഓട്ടോമൊബൈൽസിന് റിപ്പയറും മെയിൻ്റനൻസും നൽകുന്ന സർവീസ് ഇൻഡസ്ട്രിയാണ് ഓട്ടോമൊബൈൽ സർവീസ് ഇൻഡസ്ട്രി. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ്. ദീസ് ആർ സർവീസസ് പ്രൊവൈഡഡ് to help people to exchange information. These services include telephone, mobile phone and internet. അടുത്തതായിട്ടുള്ള സർവീസ് മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്. ആൾക്കാർക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന തരം സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. എക്സാമ്പിൾ ടെലിഫോൺ ഇൻഡസ്ട്രി, മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർനെറ്റ് സർവീസസ്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ സർവീസ്. എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡ് കോച്ചിങ് ടു സ്റ്റുഡൻസ് ഇൻ വേരിയസ് ഡിസിപ്ലിൻസ് ആൻഡ് ടു പ്രിപ്പയർ ദം ഫോർ വേരിയസ് എക്സാമിനേഷൻ. These services are offered by schools, colleges and universities. എല്ലാവർക്കും അറിയുന്നത് പോലെ സ്കൂൾസും കോളേജസും യൂണിവേഴ്സിറ്റീസും ഉൾപ്പെടുന്ന സർവീസ് മേഖലയ്ക്ക് പറയുന്ന പേരാണ് എഡ്യൂക്കേഷൻ സർവീസ്. നെക്സ്റ്റ്, ഇൻഷുറൻസ് സർവീസ്. Insurance services are provided to protect people against risk of loss of life and properties. നമ്മുടെ ലൈഫിനും പ്രോപ്പർട്ടീസിനും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മൂലം ഉണ്ടാകുന്ന റിസ്കിനെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സർവീസുകൾ നൽകുന്ന മേഖലയാണ് ഇൻഷുറൻസ് സർവീസ് മേഖല. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സർവീസസ്. ദീസ് സർവീസസ് ആർ performed by various financial institutions like banks, NBFCs, stock brokers, mutual fund companies, etc. ഫിനാൻഷ്യൽ സർവീസ് മേഖലയാണ് അവസാനമായിട്ട് പറയുന്ന കാറ്റഗറി. എക്സാമ്പിൾസ് ബാങ്ക്സ്, NBFC. NBFC മീൻസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. എക്സാമ്പിൾ മണപ്പുറം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലുള്ള കമ്പനികളാണ് NBFCs എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സർവീസ് നൽകുന്ന ആൾക്കാരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അതുപോലെ തന്നെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു തരം കമ്പനികളാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനി. ഇവരെല്ലാം നൽകുന്ന സർവീസിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സർവീസസ്. സോ ഫസ്റ്റ് കാറ്റഗറി സർവീസസ് ആണ് കൺസ്യൂമർ മാർക്കറ്റ് സർവീസസ് ഓർ സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റ്. ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഏതാനും സർവീസുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് the second category of service industry, that is services in industrial market. The following services comes under this category. First one is again financial services, second one is insurance services, third one is transport services. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിനാൻഷ്യൽ സർവീസസും ഇൻഷുറൻസ് സർവീസും ട്രാൻസ്പോർട്ട് സർവീസും ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലും വരുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ കമ്പനികൾക്ക് സർവീസ് നൽകുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലുള്ള ഫിനാൻഷ്യൽ സർവീസ് ആകുന്നത്. അതുപോലെ ഇൻഷുറൻസ് സർവീസും ട്രാൻസ്പോർട്ട് സർവീസും കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് നൽകുമ്പോൾ ആ തരം ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലും ഉൾപ്പെടുന്നു. ഫിനാൻഷ്യൽ സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ കമേഴ്ഷ്യൽ ബാങ്ക്സ്, മെർച്ചന്റ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ to industry for arranging their capital requirement.
Insurance services. All business units are exposed to a variety of risk. Insurance companies provide necessary protection against risks such as fire, marine losses, theft, accidents, etc. Next is transport services. Business units require transport service for moving men and materials to the factory and finished goods from factory. These services are provided by various transport companies by means of trains, trucks, buses, ships, aeroplanes, etc. Next is warehousing services. These services are required for keeping materials and finished goods until they are needed for use. കമ്പനികളുടെ റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ ലാർജ് സ്കെയിലിൽ സ്റ്റോക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാർജ് വെയർഹൗസസുകൾ നിർമ്മിച്ച് അത് കമ്പനികൾക്ക് റെൻറ്റിന് കൊടുക്കുന്ന സർവീസുകൾ ലഭ്യമാണ്. ആ തരം സർവീസിന് പറയുന്ന പേരാണ് വെയർഹൗസിംഗ് സർവീസ്. നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിംഗ് സർവീസ്. Advertising agencies help businesses to plan and implement advertising campaigns. They also help to study the effectiveness of advertising. കമ്പനികൾക്ക് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കുറിച്ചിട്ടും ജനങ്ങളുടെ ഇടയിൽ ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന തരം കമ്പനികളെയാണ് അഡ്വർടൈസിംഗ് സർവീസ് എന്ന് പറയുന്നത്. Then consultancy service. Consultancy services refer to advices given to management on various matters such as production, marketing, finance, HR, etc. Most of the business units, especially small and medium-sized units, depend on management consultancy firms to solve their problems. വിവിധതരം മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസുകൾ ഉൾക്കൊള്ളുന്ന സേവന മേഖലയ്ക്ക് പറയുന്ന പേരാണ് കൺസൾട്ടൻസി സർവീസ്. ഉദാഹരണത്തിന് HR കൺസൾട്ടിംഗ് ഓർ മാർക്കറ്റിംഗ് കൺസൾട്ടിംഗ്, ഫിനാൻസ് കൺസൾട്ടൻസി. നെക്സ്റ്റ് കാറ്റഗറി ഓഫീസ് സർവീസസ്. സെവറൽ ടൈപ്സ് ഓഫ് സർവീസസ് ആർ റിക്വയർഡ് ഫോർ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ബിസിനസ് ഓഫീസസ്. ദീസ് ഇൻക്ലൂഡ് ഫോട്ടോ കോപ്പിയിങ്, സ്കാനിങ്, ക്ലീനിങ്, എക്സെട്ര. എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഫോട്ടോ കോപ്പിയിങ് സർവീസ്, സ്കാനിങ് സർവീസ്, അതുപോലെ തന്നെ ഓഫീസസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അതൊരു തേർഡ് പാർട്ടി ഏൽപ്പിക്കുമ്പോൾ ആ തരം സർവീസ് നൽകുന്ന മേഖല. ഈ തരം സർവീസ് ബിസിനസ് മേഖലകൾ ഉൾക്കൊള്ളുന്ന കാറ്റഗറിക്ക് പറയുന്ന പേരാണ് ഓഫീസ് സർവീസസ്. എഞ്ചിനീയറിംഗ് സർവീസസ്. Engineering services include assistance given to business units in planning new projects, designing plans, construction of buildings, etc. These services are provided by specialized engineers. Specialized engineers അവരുടെ മേഖലയിലുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് നൽകുന്ന സർവീസുകൾ ഉൾപ്പെടുന്ന സർവീസ് ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് എഞ്ചിനീയറിംഗ് സർവീസസ്. നെക്സ്റ്റ് HR സർവീസസ്. കൺസൾട്ടിംഗ് സർവീസിൽ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് മേഖലയാണ് HR സർവീസ്. HR സർവീസസ് ഇൻക്ലൂഡ് പ്രോപ്പർ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് മാൻ പവർ. Selection and training is often entrusted to specialized recruitment agencies. കമ്പനികളുടെ മാൻ പവർ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ പവർ അല്ലെങ്കിൽ ആൾക്കാരെ, ലേബേഴ്സിനെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് കമ്പനികൾക്ക് കൊടുക്കുന്ന തരം സർവീസുകൾ നൽകുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് HR സർവീസസ്. സോ സർവീസ് റിസീവ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് സർവീസ് ഇൻഡസ്ട്രിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതാണ് ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി കസ്റ്റമേഴ്സ് ഓർ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ആ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തതാണ് ഇവിടെ കണ്ടത് അല്ലെങ്കിൽ ഇവിടെ പഠിച്ചത്. ആ തരത്തിൽ ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റ് ആൻഡ് സർവീസസ് ഇൻ
ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. സർവീസസ് ഇൻ കൺസ്യൂമർ മാർക്കറ്റിൽ ഉദാഹരണമായിട്ട് ഫുഡ് സർവീസസ്, ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് സർവീസസ്, പേഴ്സണൽ കെയർ സർവീസസ്, എൻ്റർടൈൻമെൻറ്റ് സർവീസസ്, ട്രാൻസ്പോർട്ട് സർവീസസ് എക്സെട്ര. ഇത് കൂടാതെ നമ്മൾ സർവീസസ് ഇൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് പഠിച്ചു. അവിടെ പല എക്സാമ്പിൾസ് കണ്ടു. വെയർഹൗസിംഗ് സർവീസ്, അഡ്വർടൈസിംഗ് സർവീസ്, കൺസൾട്ടൻസി സർവീസ്, എഞ്ചിനീയറിംഗ് സർവീസ്, ഓഫീസ് സർവീസ് എക്സെട്ര. ആദ്യ തരം ക്ലാസിഫിക്കേഷനാണ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ മറ്റ് പല രീതിയിലും നമുക്ക് സർവീസുകളെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. സം അതർ കൈൻഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ്. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലെവൽസ് ഓഫ് ടാഞ്ചിബിലിറ്റി. മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന സർവീസിൻ്റെ ടാഞ്ചിബിലിറ്റി എന്ന് പറയുന്ന പ്രത്യേകതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. It is called what we can see and touch is called a tangible. What we can touch and see is called intangible. അപ്പോൾ ഇൻടാഞ്ചിബിലിറ്റി ആണോ ടാഞ്ചിബിലിറ്റി ആണോ എന്നുള്ള പ്രത്യേകതയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അങ്ങനെ സർവീസുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹൈലി ടാഞ്ചിബിൾ സർവീസ്, ഹൈലി ഇൻടാഞ്ചിബിൾ സർവീസ്, സർവീസസ് ലിങ്ക് ടു ടാഞ്ചിബിൾ ഗുഡ്സ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ. പക്ഷേ അതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ചില സമയത്ത് ടാഞ്ചിബിൾ ആകാം സർവീസ്. അതിനൊരു ഉദാഹരണമാണ് കാർ റെൻ്റൽസ്. കാർ റെൻ്റൽസിൻ്റെ സർവീസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അവിടെ ഫീസ് നൽകി വാങ്ങുന്നത് യഥാർത്ഥത്തിൽ സർവീസ് തന്നെയാണ്. കാരണം നമ്മളവിടെ കാറ് കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം മാത്രമാണ് നമ്മൾ നൽകുന്ന പേയ്മെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ കാറിൻ്റെ ഓണറായി മാറുന്നില്ല. അതുകൊണ്ട് കാർ റെൻ്റൽ എന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രിയാണ്. ബട്ട് അവിടെ നമുക്ക് സർവീസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ ഹൈലി ടാഞ്ചിബിൾ ആയിട്ടുള്ള കാറ് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് സമയത്തേക്ക് വരുന്നുണ്ട്. സോ ആ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലെവൽസ് ഓഫ് ടാഞ്ചിബിലിറ്റിയിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഹൈലി ടാഞ്ചിബിൾ സർവീസ്. എക്സാമ്പിൾ കാർ റെൻ്റൽ. സെക്കൻഡ് ടൈപ്പ് ഈസ് ഹൈലി ഇൻടാഞ്ചിബിൾ സർവീസ് ലൈക്ക് കൺസൾട്ടൻസി സർവീസ്, ലീഗൽ സർവീസ് എക്സെട്ര. ഒരു അഡ്വക്കേറ്റിൻ്റെ ലഭിക്കുന്ന സർവീസ് ആണെങ്കിലും കൺസൾട്ടൻസി സർവീസ് ആണെങ്കിലും അവിടെ നമുക്ക് ചില അഡ്വൈസസുകളാണ് ലഭിക്കുന്നത്. അതെല്ലാം തന്നെ ഇൻടാഞ്ചിബിളുമാണ്. സോ ഇതാണ് സെക്കൻഡ് കാറ്റഗറി, ഹൈലി ഇൻടാഞ്ചിബിൾ സർവീസ്. എക്സാമ്പിൾസ് കൺസൾട്ടൻസി സർവീസ് ആൻഡ് ലീഗൽ സർവീസ്. തേർഡ് വൺ ഈസ് സർവീസസ് ലിങ്ക്ഡ് ടു ടാഞ്ചിബിൾ ഗുഡ്സ്. അതായത് ടാഞ്ചിബിൾ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ലഭിക്കുന്ന സർവീസുകൾ. എക്സാമ്പിൾ ഡൊമസ്റ്റിക് അപ്ലയൻസ് ലൈക്ക് TV. നമ്മൾ LED TV പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു ടാഞ്ചിബിൾ ഗുഡാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു സർവീസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന സർവീസും ടാഞ്ചിബിളായിട്ടൊരു പ്രോഡക്റ്റും കൂടി ലഭിക്കുകയാണ് ഈ കാറ്റഗറിയിൽ. സോ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടാഞ്ചിബിലിറ്റി, അല്ലെങ്കിൽ സർവീസ് മേഖലയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആസ്പെക്റ്റ് ഓഫ് ടാഞ്ചിബിലിറ്റി. ആ ഡിഗ്രി ഓഫ് ടാഞ്ചിബിലിറ്റി വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് സർവീസ് ഇൻഡസ്ട്രിയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈലി ടാഞ്ചിബിൾ സർവീസ്, ഹൈലി ഇൻടാഞ്ചിബിൾ സർവീസ്, ആൻഡ് തേർഡ് ഈസ് സർവീസസ് ലിങ്ക്ഡ് ടു ടാഞ്ചിബിൾ ഗുഡ്സ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ആ സർവീസ് നൽകണമെങ്കിൽ എത്രത്തോളം ഹൈലി നോളജബിൾ ആൻഡ് സ്കിൽഡ് ആയിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ക്ലാസിഫൈ സർവീസസ് ഇൻറ്റു 2 categories: പ്രൊഫഷണൽ സർവീസ് ആൻഡ് നോൺ പ്രൊഫഷണൽ സർവീസ്.
സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ട്, സർവീസ് പ്രൊവൈഡറുടെ സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ട് സർവീസിനെ പ്രൊഫഷണൽ സർവീസ് എന്നും നോൺ പ്രൊഫഷണൽ സർവീസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡർ ആവശ്യമായിട്ടുള്ള സർവീസ് മേഖലയെ പ്രൊഫഷണൽ സർവീസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം, ലീഗൽ സർവീസ് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ സേവനം, ഇതൊക്കെ വളരെ കൂടുതൽ പഠിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ നൽകുന്ന സേവന മേഖലകളാണ്. അതുകൊണ്ട് ആ തരം സേവന മേഖലകളെ പ്രൊഫഷണൽ സർവീസ് എന്ന് പറയുന്നു. ഇങ്ങനെ വലിയ സ്കില്ലൊന്നും ആവശ്യമില്ലാതെ അൺസ്കിൽഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡർക്ക് നൽകാവുന്ന സർവീസുകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നോൺ പ്രൊഫഷണൽ സർവീസാണ്. അതിന് ഉദാഹരണമാണ് ബേബി സിറ്റിംഗ്. ചെറിയ കുട്ടികളെയൊക്കെ പാരൻസ് ജോലിക്ക് വർക്കിന് പോകുന്ന സമയത്ത് കുറച്ച് സമയത്ത് അവരുടെ കെയർ കൊടുക്കുന്ന തരം സ്ഥാപനങ്ങളെയാണ് ബേബി സിറ്റിംഗ് എന്ന് പറയുന്നത്. ആ തരം സർവീസുകൾ നോൺ പ്രൊഫഷണൽ സർവീസ് എന്ന് പറയാൻ കഴിയും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ എംപ്ലോയി പ്രസൻസ്. നമ്മൾ സർവീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചപ്പോൾ അവിടെ പഠിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്കാണ് ഇൻസെപ്പറബിലിറ്റി. അതായത് സർവീസസ് ആർ ഇൻസെപ്പറബിൾ. ദാറ്റ് മീൻസ് വി കനോട്ട് സെപ്പറേറ്റ് ദ സർവീസ് പ്രൊവൈഡർ ആൻഡ് ദ കൺസ്യൂമർ. രണ്ടാളും ഒരുമിച്ച് ഒരേ സ്ഥലത്തുണ്ടായെങ്കിൽ മാത്രമേ സർവീസ് ഡെലിവറി നടക്കുകയുള്ളൂ. ആ ഒരു പ്രത്യേകതയാണ് ഇൻസെപ്പറബിലിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചില സ്ഥലത്താണെങ്കിൽ ഇത് ഒട്ടും തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ചില സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സർവീസുകളിൽ ഇത് കുറേയൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. ആ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ based on customer employee presence. First one is self-service. Only customer presence is required. Example ATM. അതായത് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ആവശ്യമേ ഇല്ല. ഒരു മെഷീനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അവിടെ കസ്റ്റമർ മാത്രം ചെന്നാൽ മതിയാകും. എക്സാമ്പിൾ ATM. ആ തരം സർവീസുകളെ പറയുന്നത് സെൽഫ് സർവീസ് എന്നാണ്. നെക്സ്റ്റ് ഇന്റർപേഴ്സണൽ സർവീസ്. പ്രസൻസ് ഓഫ് ബോത്ത് കസ്റ്റമർ ആൻഡ് എംപ്ലോയി ആർ റിക്വയർഡ് അറ്റ് ദ സെയിം ടൈം. എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള യഥാർത്ഥ സർവീസ് എന്ന് പറയുന്നത്. അതായത് സർവീസ് പ്രൊവൈഡറും കസ്റ്റമറും ഒരുമിച്ചുണ്ടായിരിക്കണം. അതിനാണ് ഇന്റർപേഴ്സണൽ സർവീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ എംപ്ലോയി പ്രസൻസ്. ഈ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് സർവീസസിനെ ടോട്ടലി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൽഫ് സർവീസ് എന്നും ഇന്റർപേഴ്സണൽ സർവീസ് എന്നും. കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്റർപേഴ്സണൽ സർവീസസ് ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഓറിയന്റേഷൻ. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടും സർവീസുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നെക്സ്റ്റ്. വി ക്യാൻ ക്ലാസിഫൈ സർവീസസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഓറിയന്റേഷൻ ആസ് കമേഴ്സ്യൽ ഓർഗനൈസേഷൻ ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് മോട്ടീവോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്ന സർവീസ് മേഖലയെ കമേഴ്സ്യൽ ഓർഗനൈസേഷൻസ് എന്ന് പറയും. എക്സാമ്പിൾ ബാങ്ക്സ്, ഹോട്ടൽസ് എക്സെട്ര. അതേസമയം പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാതെ സേവനങ്ങൾ നൽകുന്ന തരം ഓർഗനൈസേഷനെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയും. എക്സാമ്പിൾ ഗവൺമെൻറ് ഓഫീസസ്. സോ ദീസ് ആർ ദ മേജർ categorization or classification of service industry. Hope you understood the topic. Let us conclude our discussion today. Thank you.